ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുട്ട് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടിപ്സ് ഇതിൽ പറയുന്നുണ്ട്. മിക്കവരും പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഹാർഡായി പോകുന്നതെന്ന് കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി പുട്ടിൻ്റെ പൊടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ബ്രാഹ്മിൺസിൻ്റെ പൊടിയാണ്. അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ നല്ല പൊടിയാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കാനൊക്കെ. ഇപ്പോൾ ഇടിയപ്പത്തിനായി കഴിഞ്ഞാലും ഒക്കെ അത് ബ്രാഹ്മിൺസിൻ്റെ പൊടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പിലാണ് പുട്ടിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് 1 ടീസ്പൂൺ ബട്ടറാണ്. അപ്പോൾ ഉപ്പുള്ള ബട്ടറോ ഉപ്പില്ലാത്ത ബട്ടറോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒന്ന് ഇത്തിരി കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചൊന്ന് മുന്നേ പുറത്തെടുത്ത് വെക്കണം, എന്നാൽ മാത്രമേ അത് മെൽട്ടായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ പുട്ടിൻ്റെ പൊടിയായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പുട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു മണം ഉണ്ടാവും നമ്മളെ പുട്ടിന്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 കപ്പ് പൊടിക്ക് ഞാനിതാ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടയിൽ നിന്നുള്ള പൊടിയൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അളവിൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നോക്കി ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ പുട്ടിൻ്റെ ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടിയൊക്കെ എല്ലാവർക്കും നനക്കാൻ അറിയുന്നതല്ലേ. നമ്മൾ നന്നായിട്ട് നനച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഉണ്ടയാക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഉണ്ടയാക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് പുട്ടിൻ്റെ പൊടിയും വെള്ളവും ഒക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം നോക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് തോന്നും. അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിന് മുന്നേ ഞാൻ വേറൊരു ടിപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്നാന്ന് നമുക്ക് നോക്കാം. ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രമേ, നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ടിൻ്റെ പൊടി. പിന്നെ ഈ സമയം ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം തോന്നുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കുറേശ്ശെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒരു അരമണിക്കൂറൊന്നും മാറ്റി വെക്കുന്നില്ല, ആദ്യം കുഴച്ചിട്ട് മാറ്റി വെക്കുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അധിക സമയമൊന്നും നമുക്കങ്ങനെ ഇതായിട്ട് പോവില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ നമ്മളിതാ 2 ബാച്ചായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് വീണ്ടും നോക്കാം. അപ്പോൾ ഒന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്കിനി പുട്ടുകുറ്റിയിലേക്ക് പുട്ടിൻ്റെ പൊടി അങ്ങ് നിറച്ച് കൊടുക്കേ വേണ്ടൂ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൊടി നമുക്ക് ഇങ്ങനെ ഓരോ ലെയറായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതായിട്ടാണോ വേണ്ടുന്നത് അതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 ഇതായിട്ടാണ് ലെയറായിട്ടാണ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 ലെയർ വേണമെങ്കിൽ അങ്ങനെ നിറച്ച് കൊടുക്കുക. അതുപോലെ ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് നിങ്ങൾക്ക് തേങ്ങ ചിരവിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു സമയം നമ്മളങ്ങനെ ചേർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പുട്ടിന് പിന്നെ നമുക്ക് കറീൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. ആ ഒരു പുട്ടിൻ്റെ പൊടിയിൽ തേങ്ങ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങ് നിറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പിന്നെ പുട്ടിൻ്റെ പൊടി ഇതിൽ നിറച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റി കൊണ്ടുവരാം. അപ്പോൾ പുട്ട് ആവി കയറ്റുന്നൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല, അതെല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ തന്നെ പുട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടിൻ്റെ പൊടിയാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് എടുത്താലും നമുക്കൊരു 2 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ വെള്ളം നനച്ച് അത് കുഴക്കും തോറും അത് സൈസ് ഇരട്ടിയാവുകയാണ്. നമ്മൾ ആ പുട്ടിൻ്റെ പൊടിയുടെ സൈസ് ക്വാണ്ടിറ്റി അങ്ങ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 കുറ്റി പുട്ടാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്.
അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹാർഡായി പോകുന്നതെന്ന് കംപ്ലയിൻ്റ് ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ 2 ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ബട്ടർ ചേർത്തിട്ട് ആദ്യം ഒന്ന് കുഴക്കുക, എന്നിട്ട് അതുപോലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ടോ അത്രയും ടൈം നിങ്ങൾ അതൊന്ന് മാറ്റി വെക്കുക പുട്ടിൻ്റെ പൊടി നനച്ചതിന് ശേഷം. എന്നിട്ട് നിങ്ങൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും നമ്മളെ പുട്ട്. ആ ഒരു വിപ്പ് ചെയ്യുന്ന പാർട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അത്രയും സോഫ്റ്റായിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി വീട്ടിൽ റെഡിയാക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയിട്ട് കാണുക. അപ്പോൾ നമ്മൾ പുട്ട് കണ്ട തൊടുമ്പോൾ തന്നെ അങ്ങ് പൊട്ടിപ്പോകുന്ന കണ്ട അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ നമ്മൾ മട്ട അരി വെച്ചിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തലേന്ന് അരി കുതിർത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ പുട്ടിൻ്റെ പൊടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് തലേന്ന് രാത്രി നിങ്ങൾ അരി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ മട്ട അരീൻ്റെ പുട്ടാകുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് അത്. സാധാരണ നമ്മൾ പച്ചരി പൊടിച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റാണ് നമ്മൾ മട്ട അരി പൊടിച്ചിട്ടുണ്ടാക്കുന്ന പുട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്